UDF സർക്കാരിന്റെ മധുവിധുകാലം അങ്ങോട്ട് കഴിഞ്ഞ സമയം കൂടിയാണ്. ഒരു മാസം പിന്നിടുന്നു. അതിനുശേഷം ആദ്യമുണ്ടായ വിവാദങ്ങളിലൊന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മദ്യത്തിന് ടാക്സ് കുറച്ചുകൊണ്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ടാകുന്നു. എക്സൈസ് മന്ത്രി അറിയാതെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന ആരോപണം പല വിധത്തിൽ ഉയരുന്നുണ്ട്. അത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ നിലപാട് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമറിയിച്ച് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ചില ബഹിരാഷ്ട്ര കമ്പനികൾ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നേരത്തെ ഇടത് സർക്കാരിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതുകൊണ്ട് ഉൽപ്പാദനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബക്കാഡി ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നിവ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ശ്രമം. ഈ കമ്പനിക്ക് വേണ്ടിയാണ് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഗുരുതരമായ ഒരു വിമർശനം. എക്സൈസ് വകുപ്പ് അറിയാതെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ എതിർപ്പുണ്ട്. തീരുമാനം പിൻവലിക്കണമെന്നാണ് VM സുധീരൻ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കത്തും നൽകി എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, നേരത്തെ മനസ്സിലാക്കേണ്ടത് എക്സൈസ് മന്ത്രി കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഈ കമ്പനികൾ സമീപിച്ചിരുന്നു. അവിടെയും ഒരു നിലപാടുമായി ബന്ധപ്പെട്ട നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനമാകാത്തതിൻ്റെ പേരിൽ ഉൽപ്പാദനം ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയും രാഷ്ട്രീയമായ ചില സമ്മർദ്ദങ്ങളൊക്കെ അന്നത്തെ എക്സൈസ് മന്ത്രിയുടെ മേൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അന്നത്തെ കാര്യം അത് കൂടുതൽ ബലത്തോടെ ഈ സർക്കാരിലും ചുമത്താനുള്ള നീക്കത്തിലാണോ ഈ കമ്പനി? രഞ്ജിത്ത്, മദ്യം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. മദ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ പിടിച്ചുയർത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ എന്നും മദ്യം തൊട്ടാൽ പൊള്ളുന്ന വിഷയവുമാണ് സംസ്ഥാനത്ത്. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ, അത് സർക്കാർ അധികാരത്തിൽ ഒരു മാസം പീരീഡ് മുമ്പ് തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ വന്ന നിർദ്ദേശം ഇതിനകം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് തന്നെ കാരണമായത്, തിരിച്ചു വരാതെ ഇരിക്കാൻ തന്നെ കാരണം മദ്യമാണ്. അന്ന് ബാറുകളുമായി ബന്ധപ്പെട്ട വിവാദമാണ്, മദ്യക്കോഴയാണ്. ഏതായാലും ഈ സർക്കാർ തുടക്കത്തിൽ തന്നെ മദ്യത്തിൻ്റെ ചൂട് അറിയുകയാണ്. ഏതായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുക. അത് ബജറ്റ് നിർദ്ദേശമായാണ് ആദ്യം വന്നത്. വൈനും വീര്യം കുറഞ്ഞ ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ ഉൾപ്പെടെയുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിരുന്നു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ ഹോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ അന്ന് സർക്കാർ തീരുമാനമെടുത്തു. അതിനുവേണ്ടി മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. കേരള സ്മോൾ സ്കെയിൽ വൈനറി റൂൾസ് 2022 എന്ന ചട്ടം അന്ന് സർക്കാർ രൂപീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. കേരള മൈക്രോ ഡിസ്റ്ററി റൂൾസ് എന്ന പേരിൽ ചട്ടനിർമ്മാണത്തിലുള്ള നടപടികളും അന്ന് സർക്കാർ തുടങ്ങിയിരുന്നു. വൻകിട ഡിസ്റ്ററികൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ ആലോചിച്ചിട്ടില്ല. അന്ന് സർക്കാരിന് മുന്നിൽ അപേക്ഷയുമായി എത്തിയത് ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ്. അത് സർക്കാർ തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയ രേഖകൾ തന്നെ അത് വ്യക്തമാണ്. ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നമായ ബക്കാഡി ഫ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ സംസ്ഥാനത്ത് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള അനുമതിയാണ് അന്ന് ഇടത് സർക്കാരിനോട് തേടിയത്. ബക്കാഡി ബ്രീസറിൽ 4.8%, ബക്കാഡി പ്ലസിൽ 8% ഈഥൈൽ ആൽക്കഹോൾ മദ്യ കണ്ടന്റാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. 2023-22 വർഷത്തെ മദ്യ നയത്തിലാണ് സർക്കാർ അന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ നയം പ്രകാരം 0.5 മുതൽ 20% വരെ ആൽക്കഹോൾ സ്ട്രെങ്ത് ആയിട്ടുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിദേശ മദ്യ ചട്ടത്തിൽ സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ നടപടികളുമായി ബക്കാഡി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ അവർ അന്ന് അത് തുടങ്ങാതിരിക്കാൻ കാരണം ഇതിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. പ്രത്യേക നികുതി അന്ന് ഈ തീരുമാനമെടുത്തെങ്കിലും ഇടതു സർക്കാർ പ്രത്യേക നികുതി ഈ മദ്യം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ തീരുമാനം വെച്ചിരുന്നില്ല. 250% സംസ്ഥാനത്ത് വിദേശ നിർമ്മിത മദ്യം ത്തിനുള്ള നികുതി കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നികുതിയിൽ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചാലും വിപണനം ചെയ്യേണ്ടി വരും. അത് കമ്പനികൾക്ക് നഷ്ടമാണ്. സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടമാകുന്ന, ബജറ്റിൽ ഖജനാവിന് വലിയ നേട്ടമാകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആ തർക്കത്തെ നികുതി നിശ്ചയം നൽകാത്തതുകൊണ്ടാണ് സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന തീരുമാനം മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ബജറ്റ് അവതരിപ്പിച്ച ശേഷം നിയമസഭയിലെ മീഡിയ റൂമിൽ മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചത്
അന്ന് തീരുമാനമെടുത്തെങ്കിലും ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോയോ എന്തെങ്കിലും തീരുമാനമാണ്. അത് ഇതാണ് കാരണം. നികുതി തീരുമാനിക്കാൻ അന്ന് സർക്കാർ തയ്യാറായില്ല. ഈ നികുതി കൂടിയ നികുതിക്ക്, വിദേശ മദ്യത്തിനുള്ള അതേ നികുതിക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ കമ്പനികളും തയ്യാറെടുത്തില്ല. അവിടെയാണ് യു ഡി എഫ് സർക്കാർ തീരുമാനം പ്രസക്തമാകുന്നത്. യു ഡി എഫ് സർക്കാർ അവരുടെ ആദ്യ ബജറ്റിൽ തന്നെ 0.5 മുതൽ 20% വരെയുള്ള മദ്യം വിൽക്കാൻ തീരുമാനമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു. അല്ലെങ്കിൽ അത് ബജറ്റ് പ്രഖ്യാപനം നിർദ്ദേശമായി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. 0.5 മുതൽ 10% വരെയുള്ള 2 സ്ലാബായിട്ടാണ് നികുതി തീരുമാനിച്ചത്. 0.5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10 മുതൽ 20 വരെ വീര്യമുള്ള മദ്യത്തിന് 170%. ഇതാണ് യു ഡി എഫ് സർക്കാരിൻ്റെ നികുതി ഘടന. അതായത് 250 വിദേശ മദ്യം വിൽക്കുന്ന അതേ നികുതി വിൽക്കണമെങ്കിൽ 250% നികുതി ഈ കമ്പനികൾ ആരായാലും അടയ്ക്കണം. അവിടെയാണ് ഈ ഘടനയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ആ കുറവ് വരുത്തിയതിനെയാണ് ഇപ്പോൾ LDF, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത് വിദേശ കമ്പനികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടിയുള്ള നികുതി കുറച്ചുകൊണ്ടുള്ള അഴിമതി എന്ന ആരോപണവുമായി ഇതിനകം രംഗത്ത് വന്നിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നമുണ്ടല്ലോ അരുണ്. ഇപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ താൻ അറിയാതെയാണ് ആ തീരുമാനം എന്ന നിലയിൽ കാര്യങ്ങളെ കാണുന്ന പശ്ചാത്തലമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ, മദ്യമായാലും കരിമണ്ണായാലും അത്തരം വിഷയങ്ങളിൽ എന്നും എതിർപ്പുയർത്തുന്ന VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. നമുക്കറിയാം VM സുധീരനുമായി വളരെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് VD സതീശൻ. ഒരുപക്ഷെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാശി പിടിച്ച നേതാവ് കൂടിയാണ് VM സുധീരൻ എന്നുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെ ഒരു നേതാവ് കത്ത് നൽകുമ്പോൾ അതിൽ ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ മുഖ്യമന്ത്രിക്ക് തരമില്ലല്ലോ, പ്രത്യേകിച്ചും വിവാദങ്ങൾ നിരവധിയായി ഉയർന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിലപാടിൽ പിന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം അന്ന് LDF സർക്കാരിൻ്റെ വീഴ്ചയായാണ് ഈ നികുതി ഘടന തീരുമാനിക്കാത്ത നിലപാടിനെ പറഞ്ഞത്. ഏതായാലും സതീശൻ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ ആശങ്കകളുമുണ്ട്. അത് പ്രധാന കാരണം എക്സൈസ് മന്ത്രി ഈ തീരുമാനം, സാധാരണഗതിയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ബജറ്റ് നിർദ്ദേശമായി വന്നാൽ പോലും അത് എക്സൈസ് മന്ത്രി അറിയണം. നികുതിയുടെയൊക്കെ ചുമതലയുള്ള മന്ത്രി VD സതീശൻ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എക്സൈസ് നികുതി തീരുമാനിക്കുമ്പോൾ, എക്സൈസ് വകുപ്പിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് എക്സൈസ് മന്ത്രി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. അതിലാണ് എക്സൈസ് മന്ത്രി M. ലിജുവിന് കടുത്ത അതൃപ്തി അമർഷവുമുണ്ട്. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ബജറ്റ് നിർദ്ദേശം വന്നതുകൊണ്ട് മാത്രം ഇവിടെ വീര്യം കുറഞ്ഞ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നില്ല. അതിന് നിരവധി അനുമതികൾ എക്സൈസ് വകുപ്പ് നൽകേണ്ടതുണ്ട്. അതൊന്നും കൊടുക്കാൻ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അസന്ദിഗ്ധമായി M. ലിജു വ്യക്തമാക്കുന്നത്. അതായത് മന്ത്രി പരസ്യമായി അതൃപ്തി വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ബജറ്റ് നിർദ്ദേശത്തെ മന്ത്രി പരസ്യമായി എതിർക്കുന്നു. അത് മന്ത്രിസഭയിലെ ഒരു ഭിന്നതയായി തന്നെ കാണണം. അതിനുമപ്പുറത്തേക്ക് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എക്കാലത്തും കടുത്ത നിലപാടെടുത്തിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിലേക്ക് തന്നെ തള്ളിയിട്ട നിലപാടുകൾ എന്നത് KPC അധ്യക്ഷൻ VM സുധീരൻ്റെതായിരുന്നു. അദ്ദേഹം ഇപ്പോഴും മദ്യവിഷയത്തിൽ കടുത്ത നിലപാട് തുടരുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്തയച്ചത്. അത് അദ്ദേഹം പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് അവതരിപ്പിച്ച ബജറ്റ് നൂതനവും ഭാവനാസമ്പന്നവും ഒക്കെയാണ്. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്. അന്നേ ദിവസം തന്നെ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, അതായത് ബജറ്റ് അവതരിപ്പിച്ച കഴിഞ്ഞ വെള്ളിയാഴ്ച 19-ാം തീയതി തന്നെ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ താൻ പെടുത്തിയിരുന്നു എന്ന് ഇന്ന് നൽകിയ ആ കത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക അദ്ദേഹം. അതായത് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇനിയും ആ തീരുമാനം ഇന്ന് പിന്മാറിയിട്ടില്ല, അതുകൊണ്ട് പിന്മാറണമെന്ന ആവശ്യമാണ്. മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി ഉയർന്നു വരുന്നു. ആ സാഹചര്യത്തിൽ മദ്യമുക്തമാക്കണം കേരളത്തെ, എങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ശക്തമായ ആവശ്യമാണ് VM സുധീരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചു തന്നെയാണ് VM സുധീരനും VD സതീശനുമായുള്ള ബന്ധം. ഒരുപക്ഷെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു അനിശ്ചിതത്വമുണ്ടായപ്പോൾ, ആശങ്ക ഉണ്ടായിരുന്നപ്പോൾ സുധീരൻ നിലപാട് വളരെ നിർണായകമായിരുന്നു. ജനങ്ങൾ വോട്ട് കൊടുത്തത് VD സതീശനാണ്. VD സതീശന് വേണ്ടിയാണ് ജനങ്ങൾ ഇത്രയധികം വലിയ ഭൂരിപക്ഷം UDF-ന് നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാവാണ് VM സുധീരൻ. ആ സുധീരനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശത്തിനെതിരെ, സ്വാഭാവിക സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന, വരുമാനക്കുറവുണ്ടാകുമെന്ന് പറയുമ്പോൾ നികുതിയുടെ കാര്യത്തിൽ അത് സംശയം കുറവുണ്ടെങ്കിൽ പോലും ഒരു തരം സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത് കോൺഗ്രസിൽ UDF-ൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ പല സംഘടനകൾ, സമസ്ത ഉൾപ്പെടെയുള്ളവ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. KCBC കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. LDF സർക്കാർ അതേ പാതയിലൂടെ പോകാനാണോ മദ്യത്തിൻ്റെ കാര്യത്തിൽ UDF-ൻ്റെയും തീരുമാനം ചോദ്യം KCBC ഉന്നയിക്കുന്നുണ്ട്. UDF-ന് വലിയ പിന്തുണ നൽകിയ ഒരു സമുദായത്തിൻ്റെ സംഘടനയാണവർ. അങ്ങനെ മദ്യനയം
തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇടത് സർക്കാരിൻ്റെ മദ്യം നിലനിൽക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ഒരു പദ്ധതി UDF സർക്കാർ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഈ രണ്ട് കാര്യം, ഒന്ന് രാഷ്ട്രീയ വിമർശനം, അത് ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടി നികുതി കുറച്ചു കൊടുത്തു എന്ന അത് സ്വാഭാവികം അഴിമതിയാണെന്ന ഒരു ആരോപണം അതിൻ്റെ തുടക്കം LDF ഇട്ട് കഴിഞ്ഞു. അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസിൽ നിന്ന് UDF ൽ ഒപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകളിൽ നിന്നൊക്കെ കടുത്ത എതിർപ്പ് നേരിടുകയാണ് VD സതീശൻ. തീർച്ചയായും അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ഒന്ന് നേരത്തെ അരുൺ പറഞ്ഞ മദ്യവിവാദമാണ്.